കേരളത്തിലെ മുഴുവൻ ബേക്കറികളും കൊള്ളയടിച്ചുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വലിയ കലാപം അഴിച്ചുവിട്ടു. അത് കലാപമായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആരെങ്കിലും വിളിച്ചാൽ അത് കലാപമാണ്. തക്ബീർ മുഴക്കിക്കൊണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തെ ഇല്ലായ്മ ചെയ്യണം, ട്രക്ക് ഓടിച്ച് കയറ്റണം ഒരാൾ ആഹ്വാനം ചെയ്തില്ലേ തൃശ്ശൂർ? അല്ല, ആദ്യമേ തന്നെ ഇവിടെ CPIM-ന്റെ ഇവിടെ ചർച്ച കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായും CPM പ്രതിനിധിയോട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിരളി പൂണ്ടിട്ട് കഥയൊന്നുമില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇവിടെ നിങ്ങളാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം AKG സെന്റർ ആണെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത്? തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അത് പറയുമ്പോൾ ക്ഷോഭിച്ചിട്ട് കഥയില്ല. നിങ്ങൾ നിലപാട് മാറ്റുന്നത് പോലെ ഞങ്ങൾക്ക് നിലപാട് മാറ്റാൻ പറ്റുമോ? അല്ലല്ല, നിങ്ങൾ അപ്പൊ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന പോലെ നാട്ടുകാർക്കെല്ലാം വിളിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ പമ്പയിൽ പോയിരിക്കുന്നത് പമ്പ ഗണപതിയുടെ മുൻപിലല്ലേ? ആ ഗണപതി മിത്താണോ അല്ലയോ എന്ന് ആദ്യം വിശദീകരിച്ചിട്ട് പോരെ പമ്പ ഗണപതിയുടെ മുൻപാകെ പോയി ഈ അയ്യപ്പ ഭക്തസംഗമം നടത്തുന്നത്? ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ചോദ്യങ്ങൾ വരുമ്പോൾ ക്ഷോഭിച്ചിട്ട് കഥയില്ല. കാരണം നിങ്ങളുടെ നിലപാടുകളാണിത്. കേരളത്തെ ഒരു വർഗീയ കലാപത്തിലേക്ക് അഴിച്ചുവിട്ടത് ശ്രീമാൻ പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള AKG സെന്ററിന്റെ ഗൂഢാലോചന തന്നെയാണ്. വാസവൻ പറഞ്ഞ ആദ്യ സ്റ്റേറ്റ്മെന്റ് ബിന്ദു അമ്മണിയെ പോലെയുള്ളവരെ ഞങ്ങൾ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നാ. എന്തു പറ്റി? നട്ടല് വിറച്ചു പോയോ? തന്റെ ഇടമുണ്ടെങ്കിൽ ബിന്ദു അമ്മണിയെ കൊണ്ടുപോയി അയ്യപ്പ സംഗമത്തിന്. നിങ്ങളുടെ ADGP ബിന്ദു അമ്മണി അയ്യപ്പ ഭക്തയാണ് എങ്കിൽ അല്ല, ബിന്ദു അമ്മണി എന്താന്ന് പറഞ്ഞത്? ഞാനൊരു അയ്യപ്പ ഭക്തയാണ്, കോടതി വിധി വന്നതോടുകൂടി എനിക്ക് എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ ശബരിമലയിലേക്ക് വരുന്നു. ശരി, സമ്മതിച്ചു. എന്തുകൊണ്ടാ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ബിന്ദു അമ്മണിയെ ക്ഷണിക്കാത്തത്? കേരളത്തിലെ മുഴുവൻ ബേക്കറികളും കൊള്ളയടിച്ചുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വലിയ കലാപം അഴിച്ചുവിട്ടു. അത് കലാപമായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആരെങ്കിലും വിളിച്ചാൽ അത് കലാപമാണ്. തക്ബീർ മുഴക്കിക്കൊണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തെ ഇല്ലായ്മ ചെയ്യണം, ട്രക്ക് ഓടിച്ച് കയറ്റണം ഒരാൾ ആഹ്വാനം ചെയ്തില്ലേ തൃശ്ശൂർ പൂരം പോലെയുള്ള, കൊടുങ്ങല്ലൂർ ഭരണി പോലെയുള്ള വലിയ ആഘോഷങ്ങൾക്കിടയിലേക്ക് തക്ബീർ വിളിച്ചുകൊണ്ട് ട്രക്കുകൾ ഓടിച്ചു കയറ്റി വൻ കൂട്ടക്കൊല നടത്തണമെന്ന് പ്രസംഗിച്ചത് കേരളത്തിലാണ്. എന്തേ ശശികുമാറും പിണറായി വിജയനും അടക്കമുള്ളവർ കാണാതെ പോയി? മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തെ അധിക്ഷേപിച്ച് ഒരു ലീഗിന്റെ പ്രതി സംസാരിച്ചില്ലേ? ഞാൻ ഈ വേദിയിൽ അത് പറയുന്നില്ല, ഈ വേദി അതിനുള്ളതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്തേ പിണറായി വിജയൻ കേസെടുക്കാതെ പോയത്? അതുകൊണ്ട് നിങ്ങൾ തരാതരം പോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വലിയ ഒരു പ്ലോട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്കതിൽ കൈവള്ളി. 20 സീറ്റിൽ 19 തോറ്റപ്പോൾ പിണറായി വിജയന് ബോധോദയം ഉണ്ടായി. ഇന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോ ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ ഒരു വിള്ളലുണ്ടാക്കി 4 വോട്ട് കിട്ടുമോ എന്നുള്ള കുറുക്കന്റെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് യാതൊരു പ്രസക്തിയുമില്ല, സാങ്ക്ടിറ്റിയുമില്ല, പവിത്രതയും. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ വേണ്ടി BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആസൂത്രണം ചെയ്ത പരിപാടിയാണോ? അതുകൊണ്ടാണോ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ വിഷയം എടുത്ത് ചർച്ചയ്ക്കിട്ടത് എന്നൊരു സംശയം എനിക്കുണ്ട്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? നിങ്ങളുടെ പോലീസ് വലിച്ചെറിച്ചു, അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കയറി, അദ്ദേഹത്തിനെ മർദ്ദിച്ചു. സ്വാഭാവികമായി ഇരുടിക്കെട്ട് താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അജയ 20 സീറ്റിൽ 19 തോറ്റ് കനൽ ഒരു തരിയായി അധപ്പതിച്ചു പോയത്. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ CPM-ന്റെ പ്രതിനിധികളുണ്ട്. അവരുടെ സമ്മേളനങ്ങളും സംഗമങ്ങളും നടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന നടപടിക്രമം എന്താണ്? ആദ്യം അവര് പുഷ്പാർച്ചന നടത്തും, അവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നടത്തും. അതിനുശേഷം മരിച്ചിട്ടുള്ള രക്തസാക്ഷികൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? എന്നാൽ തന്റെ ഇടമുണ്ടോ പിണറായിക്കും വാസവനും അവിടെ ഒരു ഗണപതി ഹോമം നടത്താൻ? അവിടെ ഒരു അയ്യപ്പനെ സ്വാമിയെ വിളിക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും വാസവനോ പിണറായിക്കോ ഉണ്ടെങ്കിൽ ഇത് ആത്മാർത്ഥമായിട്ടുള്ള അയ്യപ്പ സംഗമം എന്ന് ഞങ്ങൾ പറയാം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കേരള നിയമസഭയില് ഐക്യമുന്നണിയും അല്ലെ ഇന്ത്യ മുന്നണിയും CPM-ഓട് ഐക്യ കണ്ടേന തീരുമാനമെടുക്കുന്ന ചില ബില്ലുകൾ മാത്രമേ ഉള്ളൂ. മദനിയെ റിലീസ് ചെയ്യാൻ, ജാമ്യത്തിൽ വിടാനുള്ള ബില്ലുകൾ, CIAക്ക് എടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള ബില്ലുകൾ, വേറെ ഒന്നിനും ഇവർ കൂട്ടുകൂടത്തില്ല. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണം കൊടുക്കുന്നു.
കോണകെടുക്ക് അങ്ങനെ ഒരു സാമാനം ഉണ്ട് കാണണോ? വേണ്ട. ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി CPM-ന്റെ പ്രതിനിധിയും ഐക്യകണ്ഠേന ഈ ശബരിമലയിലെടുത്തുള്ള കേസുകൾ പിൻവലിക്കണമെന്നുള്ള ഒരു കോമൺ അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?